ഫ്രണ്ട് വരച്ച കോലാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദേവുട്ടിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒപ്പം നോക്കിയാലും ഗെയിമിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഇന്ന് എന്ത് ഗെയിമാണെന്ന് നോക്കാം. ഇന്ന് ബോൾ വെച്ചിട്ടുള്ള ഗെയിമാണ്. പാസ് ചെയ്ത് ബോൾ കൊടുക്കും. പിന്നെ നമ്മുടെ ദേവുട്ടി താമസിക്കുന്നത് പൂനെയിലാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാ ഭാഷ സംസാരിക്കുന്നത് കന്നഡ, തെലുങ്ക്, മറാഠി, ഹിന്ദി എല്ലാ ഭാഷയുള്ള കുട്ടികളുമുണ്ട്. പൂനെ ആകുമ്പോൾ മറാഠി ആണല്ലോ. മറാഠി നല്ല ഭാഷയുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാനൊന്നും പോകാറില്ല. പിന്നെ ദേവുട്ടിക്ക് പിന്നെ ഭാഷയുടെ ആവശ്യമൊന്നുമില്ല. കാക്കി എന്നൊക്കെ വിളിച്ചുള്ള അവൾ മിണ്ടിക്കോളും. പിന്നെ ഇപ്പം ബോൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരാൾ മൊബൈലിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ആകുമ്പം ബോൾ ആരുടെ കയ്യിലാണോ കൊടുക്കുന്നത് അവർ ഔട്ടാവും. അപ്പോൾ ഇവിടെ ഔട്ടായിരിക്കുന്നത് നമ്മൾ അനന്യയാണ്. അനന്യ ഔട്ടായിട്ടുണ്ട്. ഔട്ടാവുന്ന ആരാണോ അവർക്കൊരു പണിഷ്മെൻ്റ് ഉണ്ട്. അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത്, പാട്ടാണെങ്കിലോ ഡാൻസ് ആണെങ്കിലോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാം. അങ്ങനെയാണ് പണിഷ്മെൻറ്റ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ പണിഷ്മെൻ്റ് ഇല്ല. ഔട്ടായതാണ്. അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ അനനിക്കുട്ടി ഡാൻസ് കളിക്കാൻ പോവാണ്. ചേച്ചി ഡാൻസ് നോക്കിയേ. ചേച്ചിക്ക് വലിയ സ്റ്റെപ്പൊന്നും അറിയത്തില്ല. അറിയുന്ന സ്റ്റെപ്പ് വെച്ച് കളിക്കുകയാണ്. വേറെ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊന്നും ഇപ്പം ഇവിടെ വന്നിട്ടില്ല. പിന്നെ എപ്പോഴും ഇവർ ഏത് സമയം നോക്കിയാലും പലതരത്തിലുള്ള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യാം. പിന്നെ ഇതേ ഒരു കുഞ്ഞുവാവ. ഈ കുഞ്ഞുവാവ കളിക്കുന്നത് കഞ്ഞിയും കറിയാണ്. പിന്നെ ഇവിടെ പോലീസും കള്ളനും പോലീസും. അതിൻ്റെ പൊന്നെ എന്തോരു ബഹളമാണെന്നറിയാമോ. നമ്മളെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരും ഈ കളിക്കുന്നത് കാണുമ്പോഴത്തേക്ക്. അത് ഭയങ്കര വഴക്കും കളിയും ചിരിയും നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, കുഞ്ഞുങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ചേട്ടൻ കളിക്കരുത്.